അതിവിശുദ്ധമായ അനുഗ്രഹീത ദിവസങ്ങളിലൂടെയാണ് നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ആത്മീക യാത്ര നടത്തുന്നത്. വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങൾ, ജീവിത കാഴ്ചപ്പാടുകൾ ഈ വിശുദ്ധ ദിനങ്ങളെ കുറെ കൂടെ വിശുദ്ധമാക്കി തീർക്കാൻ നമ്മെ സഹായിക്കും. ജീവിതത്തിൽ ഒരു വിശുദ്ധ അവബോധം, എ സെൻസ് ഓഫ് ഹോളിനെസ് കാത്തു സൂക്ഷിക്കാൻ ഈ നോമ്പിൻ്റെ കാലയളവുകൾ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വിശുദ്ധന്മാരൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചത് ഒരു വിശുദ്ധ അവബോധമാണ്. എന്താണ് വിശുദ്ധ അവബോധം? ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെതാണ് എന്ന കാഴ്ചപ്പാട്. ഈ ലോകത്തിലുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന കാഴ്ചപ്പാട്. മനുഷ്യരുടെ കാഴ്ചപ്പാട് വളരെ പരിമിതമാണ്. ഇതെൻ്റേതാണ്, അത് നിൻ്റേതാണ്, അത് മറ്റവൻ്റെതാണ്, ഇവൻ്റെതാണ്, അവൻ്റെതാണ്. പക്ഷേ ലോകം മുഴുവനും പ്രപഞ്ച സൃഷ്ടാവിൻ്റേത് ആണ് എന്ന ഒരു വിശുദ്ധ അവബോധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ നമ്മുടെ മനസ്സുകൾ ഒരിക്കലും സങ്കുചിതമായിട്ട് മാറ്റപ്പെടുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ മഹത്തായ മാതൃകയും നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠങ്ങൾ അതുതന്നെയാണ്. ഈ വിശുദ്ധ ദിനങ്ങളിൽ ആവുമോ നമുക്ക് ഒരു വിശുദ്ധ അവബോധത്തെ സ്വന്തമാക്കാൻ? പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനിയുടെ ജീവിതമൊക്കെ പകർന്നു നൽകുന്ന പാഠങ്ങൾ എത്ര ആഴമായ വിശുദ്ധ അവബോധമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ആ പുണ്യവാന്റെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരനുഭവം ഇങ്ങനെയാണ്. തൻ്റെ കുടുംബ വീട് പൊളിച്ചു പണിയുന്ന സമയത്ത് ആ പുണ്യാത്മാവ് തൻ്റെ വീട്ടിലേക്ക് ഒരു പൊതി കൊടുത്തയച്ചു പോലും. ഒരു വീട് പൊളിച്ചു പണിയുമ്പോൾ ഒരു പൊതി കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എല്ലാവരുടെയും മനസ്സിൽ തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യം അത് നിറയെ കാശായിരിക്കും എന്നാണ്. പക്ഷേ തുറന്നു നോക്കിയ വീട്ടുകാർ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമുണ്ട്. നോട്ടിൻ്റെ കെട്ടായിരുന്നില്ല, മറിച്ച് ഒരു കല്ലിൻ്റെ കഷണം പ്രാർത്ഥിച്ചനുഗ്രഹിച്ചത് തൻ്റെ വീടിൻ്റെ അടിസ്ഥാന ശിലയായി വയ്ക്കാൻ വേണ്ടി ആ പരിശുദ്ധ പിതാവ് കൊടുത്തയച്ചതാണ്. ജീവിതത്തിൽ എല്ലാറ്റിനോടും നമ്മൾ പുലർത്തുന്ന സമീപനം, ഏതൊന്നിനോട് നമ്മൾ കാണിക്കുന്ന കാഴ്ചപ്പാട് ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്തുന്നുവോ ഇല്ലയോ എന്ന് നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എല്ലാം ദൈവത്തിൻ്റേതാണ്, ഒന്നും എൻ്റേതല്ല എന്നുള്ള ആ വിശുദ്ധ അവബോധം സ്വന്തമാക്കാൻ ഈ വിശുദ്ധ ദിവസങ്ങൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.